ഹലോ ഗൈസ്, സിനിമ ഫ്ലിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ഒരു ചെറിയ മൂവി അപ്ഡേറ്റ് ചാനലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ 2025 ജനുവരിയിൽ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്ന 7 മലയാളം മൂവീസ് ഏതൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ മൂവിയാണ് എം രഞ്ജിത്തിന്റെ നിർമ്മാണത്തിൽ തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടന്റെ തുടരും മൂവി. ഇതൊരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവി കൂടിയാണ്. ബറോസിന് ശേഷം ലാലേട്ടന്റെ അടുത്ത തിയേറ്ററിൽ എത്തുന്ന മൂവി ജനുവരി 30-നാണ് റിലീസിനെത്തുന്നത്. അടുത്തതായി ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ അഖിൽ പോൾ, അനസ് ഖാൻ എന്നിവർ സംവിധാനം ചെയ്തെത്തുന്ന ടൊവിനോ തോമസ് നായകനായ ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഐഡന്റിറ്റി. തൃഷ, വിനയ് റായ്, അജു വർഗീസ് എന്നിവരും സിനിമയിൽ പ്രധാന വേഷത്തിലെത്തുന്നു. 100 ദിവസത്തോളം ഷൂട്ട് ചെയ്ത ഈ മൂവി ജനുവരി 2-നാണ് റിലീസ്. അതുപോലെ തന്നെ അടുത്ത മൂവി നോക്കുകയാണെങ്കിൽ മമ്മൂക്കയെ നായകനാക്കി ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ്. ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഈ മൂവി ജനുവരി 23-നാണ് നമ്മുടെ തിയേറ്ററുകളിൽ എത്തുക. മമ്മൂട്ടി കൂടാതെ ലെന, ഗോകുൽ സുരേഷ് എന്നിവരും ഈ സിനിമയിലുണ്ട്. അടുത്ത ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത ആസിഫ് അലിയെ നായകനാക്കി എത്തുന്ന ചിത്രമാണ് രേഖാചിത്രം. ത്രില്ലർ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ചിത്രത്തിൽ അനശ്വര രാജൻ, മനോജ് കെ ജയൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മുടെ ആസിഫ് അലി ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സിനിമ തിയേറ്ററിൽ റിലീസാവുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ ജനുവരി 9-നാണ്. അഞ്ചാമതായി നോക്കുകയാണെങ്കിൽ മഹേഷ് ബാബുവിന്റെ സംവിധാനത്തിൽ അർജുൻ അശോകൻ, അനശ്വര രാജൻ, ബാലു വർഗീസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളിലെത്തുന്ന എന്നും സ്വന്തം പുണ്യാളൻ എന്ന സിനിമയാണ്. ഒരു ഫാന്റസി കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ ജനുവരി 10-നാണ് റിലീസ് ചെയ്യുക. നമ്മൾ ആറാമതായി നോക്കാൻ പോകുന്നത് ശ്രീരാജ് ശ്രീനിവാസൻ തിരക്കഥ എഴുതി ആദ്യമായി സംവിധാനം ചെയ്യുന്ന പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയാണ്. ബേസിൽ ജോസഫ് നായകനാകുന്ന ഈ ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ് തുടങ്ങിയവരും അഭിനയിച്ചിട്ടുണ്ട്. അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡാർക്ക് കോമഡി ജനറിലുള്ള ഈ സിനിമ ജനുവരി 16-നാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അവസാനമായി നോക്കാൻ പോകുന്നത് ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്ത് ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട് കൂടാതെ അലയൻസർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയ ചിത്രമാണ് നാരായണീന്റെ 3 ആൺമക്കൾ. കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ മൂവി ജനുവരി 16-നാണ് തിയേറ്ററുകളിൽ എത്തുക. ഈ 7 ചിത്രങ്ങളാണ് ജനുവരിയിൽ തിയേറ്റർ റിലീസിന് ഒരുങ്ങുന്നത്. പുതിയ സിനിമാ വിശേഷങ്ങളും റിലീസ് മൂവീസിനെ പറ്റി അറിയാൻ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഗായ്സ് ഞങ്ങളുടെ വിജയം. താങ്ക്സ് ഫോർ വാച്ചിങ്.